യെസ് ആദർശ് ജി പി ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, വിസിബിൾ ആണല്ലോ അല്ലെ? യെസ്, ഓക്കെ. സോ ഓൾറെഡി നമ്മള് പൊളിറ്റിയും അല്ലെ, എക്സാം പെർസ്പെക്റ്റീവിൽ പൊളിറ്റിയും മോഡേൺ ഹിസ്റ്ററിയും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നൗ വി ആർ മൂവിങ് ടുവേർഡ്സ് ജിയോഗ്രഫി. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള വൺ ഓഫ് ദ സബ്ജക്ട് ആണ് ജിയോഗ്രഫി. ഫോർ പ്രിലിംസ്, കെ എസിന്റെ പ്രിലിംസിന് അറൌണ്ട് 15 മാർക്സ്. ഓക്കെ, 15 മാർക്സ് ജിയോഗ്രഫിയുടെ ഭാഗത്തു നിന്നായിരിക്കും. കഴിഞ്ഞ തവണ 15 മാർക്ക് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ തവണ 10നും 15നും തന്നെയായിരിക്കും ഉണ്ടാവുക ഒരു വെയിറ്റേജ്. സോ അതുകൊണ്ട് തന്നെ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ഇത് നമ്മുടെ ജോഗ്രഫിയുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെക്ഷൻ ആണ്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും പ്രിലിംസിനും മെയിൻസിനും അതൊക്കെ നമ്മൾ ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകും. നാളെ മുതൽ എന്താണ് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി പെൻഡിംഗ് ആയിട്ടുള്ള നോട്ടുകളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ലക്ഷ്മികാന്ത് റീഡ് ചെയ്തതിനു ശേഷം ഈ നോട്ടുകൾ എന്ത് ചെയ്യുക, റിവിഷൻ നോട്ടുകളായി യൂസ് ചെയ്യുക അല്ലെ. പിന്നീട് ഈ റിവിഷൻ അല്ലെ, ഈ ചെറിയ റിവിഷൻ നോട്ട് കാണുമ്പോൾ തന്നെ ലക്ഷ്മികാന്ത് മുഴുവനായിട്ട് ഓർമ്മ വരണം. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിലിംസ്, കെ എസിന്റെ പ്രിലിംസിന് നമുക്കറിയാം ജോഗ്രഫി വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പേപ്പർ 1 തന്നെയാണ് അല്ലെ, പേപ്പർ 1 തന്നെയാണ് ജോഗ്രഫി ഉള്ളത്. നമുക്കറിയാം പ്രിലിംസിന് പേപ്പർ 2ഉം പേപ്പർ 1ഉം ഉണ്ട്. ഇതിൽ പേപ്പർ 1 തന്നെയാണ് ജോഗ്രഫി ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ നോക്കുക, ജോഗ്രഫി, ജനറൽ ജോഗ്രഫി, സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് ദി എർത്ത്, കോൺസെപ്റ്റ് ഓഫ് ടൈം, സീസൺ, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, മേജർ ലാൻഡ് ഫോം, ദർ ഫീച്ചേഴ്സ്, atmosphere, structure and composition, elements, factors of climate, air masses, fronts, atmospheric disturbances, oceans. നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ എവിടെയൊക്കെ കേട്ട പോലെ ഉണ്ടല്ലേ? എനിക്കുണ്ട്. നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് ഒക്കെ ആയിട്ട് അല്ലെ, യാഥാർത്ഥ്യ രീതിയിലുള്ള നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ഒക്കെ ആയി നോക്കുമ്പോ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെ, എവിടെയൊക്കെയോ നമ്മൾ പഠിച്ച പോലെ ഉണ്ട്. മെയിൻസിന്റെ സിലബസ് ജോഗ്രഫി ഒക്കെ നോക്കുന്ന സമയത്ത് ഓഷ്യൻസ്, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റർ, മെറൈൻ അല്ലെ. ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ എന്താ അല്ലെ, കടലിൽ സംഭവിക്കുന്ന സൈക്ലോൺസും അതിനെ കുറിച്ചൊക്കെയാണ്. ദെൻ അല്ലെ, നമുക്ക് 3 രീതിയിൽ തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ജനറൽ ജിയോഗ്രഫി. ജനറൽ ജിയോഗ്രഫിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് ദി എർത്ത്, കോൺസെപ്റ്റ് ഓഫ് ടൈം, സീസൺസ്, ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, എക്സെട്ര എക്സെട്ര. അടുത്തത് ഫിസിക്കൽ അല്ല, ഫിസിക്കൽ ജോഗ്രഫി എന്ന് നമുക്ക് പറയാം അല്ല. ജനറൽ ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, സെക്കൻഡ് വൺ. ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ജോഗ്രഫി ഓഫ് ദ വേൾഡ്, ഇന്ത്യ ആൻഡ് കേരള അല്ല, ഇന്ത്യയും കേരളയും ഉൾപ്പെട്ടിട്ടുണ്ട്. ദെൻ ദ തേർഡ് വൺ ഈസ് ജിയോ ഫിസിക്കൽ ഫിനോമിന അല്ല, ഭൂമികുലുക്കം, സുനാമി, വോൾക്കാനോസ്, സൈക്ലോൺസ്, ഫ്ലഡ്സ്, ലാൻഡ്സ്ലൈഡ്സ്, അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് മൂന്നാമത്തെ അല്ലെ, ജിയോ ഫിസിക്കൽ ഫിനോമിനോൺ. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പഠിത്തം ഉണ്ടാവുക അല്ലെ. ഈ സിലബസിൽ 100% സ്റ്റിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സ്റ്റഡീസ് ഉണ്ടാവുക. അല്ലാതെ ചുമ്മാ നമ്മൾ ഏതെങ്കിലും പഠിക്കില്ല. റൈറ്റ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൾമോസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് അല്ലെ, 15ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിലിംസിന് പേപ്പർ 1 ജോഗ്രഫി പോർഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താഴെ ഞാൻ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ട്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും PSC ചോദിച്ചിട്ടുണ്ട്. 2 രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും ഡിഫിക്കൽട്ട് ആണോ അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ഭയങ്കര ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ദർ ആർ സം സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ അല്ലെ, ഇത് കാണുമ്പോൾ ഭയങ്കര കടുപ്പായിട്ടൊക്കെ തോന്നും, ബട്ട് ആക്ച്വലി ദിസ് ഈസ് ബേസിക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈം മെരീഡിയൻ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെ, ലോഞ്ചിറ്റ്യൂഡ്. സിമ്പിൾ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവുക. അതിനാണ് ഞാൻ ഇവിടെ PYQ
കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഷിജിൻ ബി, ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഉത്തരം അതായത് ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ PYക്ക് ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് ഏത് രീതിയിലായിരിക്കും PSC ചോദ്യങ്ങൾ ചോദിക്കുക, അതിനു വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് കൊടുത്തേക്കുന്നത്, അല്ലാതെ ചോദ്യം ആൻസറും പറയാൻ വേണ്ടിയിട്ടല്ല. You can see here, first one is very simple question. Second question, a ship sailing from the eastern extremity of the Aleutian Island to Dutch harbor crosses 180 meridian. അല്ലെ, 180 meridian, 180 degree meridian. at ഒരു സമയം പറയുന്നുണ്ട് ജാനുവരി. വാട്ട് ടൈം വിൽ ബി റെക്കോർഡഡ് ഷിപ്പ് in his diary after 1 hour journey from the point of crossing of the meridian. മെരീഡിയൻ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ഇതൊക്കെ NCERT-യിൽ കവേർഡ് ആണ് കേട്ടോ. കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ലെഫ്റ്റിലോട്ടേക്ക് പോകുമ്പോൾ റൈറ്റിലോട്ടേക്ക് പോകുമ്പോൾ അല്ല, 1 മണിക്കൂർ കൂടുന്നതും 1 മണിക്കൂർ കുറയുന്നതൊക്കെ കോൺസെപ്റ്റുകൾ ഉണ്ട്. സിമ്പിൾ ആണ്. ദിസ് ഈസ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. Then third question, a karst topography is characterized by the formation of stalactite and stalagmites. ഐസിനെ കൊണ്ടുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ. This one is also very simple question. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. റോറിംഗ് ഫോർട്ടീസ് വിൻഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. വിൻഡ്. They blew uninterrupted in the northern and southern hemisphere. They blow with the great strength and constancy. Their direction is generally from the northwest to east in the southern hemisphere. Overcast skies, right? അല്ല, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവുക. അടുത്ത നിങ്ങൾ നോക്കൂ. ലാനീന, എൽ നീനോ, സദേൺ ഓസിലേഷൻ, ജെറ്റ് സ്ട്രീംസ്, ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെ. അപ്പൊ ഓപ്ഷനിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. For short-term climatic predictions, which one of the following events detected in the last decade is associated with the occasional weak monsoon rains in the Indian subcontinent? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എർത്ത് ക്വേക്കുമായി റിലേറ്റഡ് ആയിട്ട് മെർക്കാലി സ്കെയിൽ. എർത്ത് ക്വേക്ക് എന്നുള്ളത് നമ്മുടെ സിലബസിലെ എല്ലാം അറൌണ്ട് 99% ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസിൽ നിന്ന് തന്നെയാണ് അല്ല, സിലബസിൽ നിന്ന് തന്നെയാണ്. ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എല്ലാം. ഇന്റൻസിറ്റി ഓഫ് ദി എർത്ത് ക്വേക്ക് മെർക്കാലി സ്കെയിൽ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്വേക്ക് അല്ലെ, എർത്ത് ക്വേക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ റിക്ടർ സ്കെയിലും മെർക്കാലി സ്കെയിലും. വോൾക്കാനിക് ഇറപ്ഷൻ ഡസ് നോട്ട് ഒക്കർ ഇൻ ഡാഷ്. Anticyclonic conditions are formed in winter season when atmospheric pressure is high and air temperature are low. Cyclones, anticyclones and things അല്ലെ. ഇവിടെ ആന്റിസൈക്ലോൺ ചോദിച്ചു, ഇവിടെ സൈക്ലോൺ എന്നുള്ള ചോദ്യം അല്ലെ. നോക്കൂ നിങ്ങൾ സിലബസ് നോക്കൂ. എവറിത്തിങ് ഈസ് ഗിവൺ ഇൻ ദി സിലബസ്. സൈക്ലോൺസ്, എർത്ത് ക്വൈക്സ് അല്ലെ, എല്ലാം ഗിവൺ ആണ്. നമ്മൾ അത് പഠിച്ചാൽ മതി. ഇതിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സിവിൽ സർവീസസ് മാതൃകയിൽ നമ്മൾ പഠിക്കും, ഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കും. റൈറ്റ്. Volcanicity refers to dash. Saharan dust, waterfalls and river. India related ആയിട്ട്. Chirapunji scrap located. Given below is a list of southern Karnataka. Which town can be identified as ghost town? Flood. One of the largest flooded areas. Flood related. Okay, 100 questions. No question. Total 15 questions ഉണ്ട്. 15 questions-ല് around 8 to 10 questions were solvable. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ബട്ട് ദർ ആർ സം, ഓക്കെ നമ്മൾക്കറിയാലോ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉള്ള പോലെ തന്നെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അറൌണ്ട് 5+ questions ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ.
ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാ ക്വസ്റ്റ്യനും സിമ്പിൾ ആണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കേസ് എക്സാം ആണല്ലോ. ബട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു സ്കോർ, അല്ലെ, വി ഹാവ് ടു ഗെറ്റ്. ഇപ്പോ അടുത്ത വർഷവും ഒരു 15 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യും. കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരുപാട് പേര് ജോഗ്രഫി പഠിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താണ്, ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. അല്ല, പഠിച്ചു കഴിഞ്ഞാൽ സോൾവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറൌണ്ട് 8 to 9 മാർക്സ്. നമുക്കറിയാം ഈ 8 മാർക്ക് 9 മാർക്ക് നമ്മൾ അല്ലെ മിനിമം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ, ജോഗ്രഫിയിൽ കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ് അല്ലെ. എക്സാമിൽ നല്ലൊരു എഡ്ജ് നമുക്ക് ബാക്കിയുള്ള ആസ്പിറൻസിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. സോ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 15-15 അടിക്കലല്ല, അങ്ങനെ 15-15 വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുക. ബട്ട് ഹൗവർ ദർ വിൽ ബി വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ബട്ട് വി ഹാവ് ടു ഗെറ്റ് ഈസി ക്വസ്റ്റ്യൻസ് അല്ലെ. ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണം. സോ വി ഹാവ് ടു സ്കോർ 8 or 9 മാർക്സ് ഫ്രം ജിയോഗ്രഫി. അതുകൊണ്ട് തന്നെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഈസി ക്വസ്റ്റ്യൻസും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മളത് സോൾവും ചെയ്യും. ഇനി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വന്ന് നമ്മളത് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓവറോൾ ജോഗ്രഫിയുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയാസും PSC ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ ഒരു ഏരിയയും ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. റിവേഴ്സ് ആൻഡ് ഇന്ത്യാസ് അല്ലെ, ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഫിനോമിനോൺ ചോദിച്ചിട്ടുണ്ട്. ഓഷ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിൻഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ്, ആൻഡ് റൈറ്റ്, ഈ വാട്ടർഫോൾസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ സോൾവബിൾ ആണ് കേട്ടോ. ഇതൊക്കെ സോൾവബിൾ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പ്രിലിംസിന്റെ കാര്യം നിങ്ങൾ മെയിൻസിന്റെ സിലബസ് കൂടി ഒന്ന് നോക്കിയേ. ഓക്കെ, നമുക്ക് മെയിൻസും കൂടി ഒന്ന് നോക്കിയിട്ട് പോകും. ജിയോഗ്രഫി പേപ്പർ 3 ആണ്. മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം പേപ്പർ 3-ലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ജനറൽ ജിയോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ജിയോഗ്രഫി, ജിയോ ഫിസിക്കൽ ഫിനോമിനൻ അല്ലെ. പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ സിലബസ് ഈക്വൽ ടു സെയിം, എക്സാക്ട്ലി സിമിലർ ആണ്. സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് ദി എർത്ത്, കോൺസെപ്റ്റ് ഓഫ് ദി ടൈം, സീസൺ, ഇന്റർണൽ സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, മേജർ ലാൻഡ് ഫോംസ്, ദർ ഫീച്ചേഴ്സ്, അറ്റ്മോസ്ഫിയർ, സ്ട്രക്ചർ, കമ്പോസിഷൻ, എലമെന്റ്സ്, ഫാക്ടേഴ്സ് ഓഫ് ക്ലൈമറ്റ്, എക്സെട്ര എക്സെട്ര. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, പ്രിലിംസിന് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അങ്ങനെയാണ് ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പൊളിറ്റി എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോഡേൺ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിലും നോട്ട്സ് നിങ്ങൾക്ക് തരുന്നത് പ്രിലിംസ് പെർസ്പെക്റ്റീവ് മാത്രമല്ല, മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് കൂടിയിട്ടാണ്. അപ്പൊ എന്താണ്, നമ്മൾ ജോഗ്രഫി പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വി വിൽ ഓൾസോ ലുക്ക് ഫോർ മെയിൻസ്. മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ദി എർത്ത് മൂൺ സിസ്റ്റം വിത്ത് റെഫറൻസ് ടു വെരി സെന്റർ. വാട്ട് ആർ സ്ലം ബ്ലോക്സ് ആൻഡ് എക്സ്പ്ലെയിൻ സ്ലം ബ്ലോക്സ്. വാട്ട് ഈസ് മെന്റ് ബൈ സബ്ടെറിയൻ കട്ട് ഓഫ്. Okay. Critically examine the warm and cold core rings in the Gulf Stream. Extratropical hurricane. Okay, some questions environment and choice. Explain the types and distribution of geographical culture, realms and regions of the world. Questions. Okay, prelims questions which mains questions നോക്കുമ്പോൾ seems to be difficult. However, നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രിലിംസിലും മെയിൻസിലും പറഞ്ഞിട്ടുള്ള സിലബസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുഴുവൻ കാര്യങ്ങളും ഒക്കെ സിവിൽ സർവീസസ് മാതൃകയിൽ നമ്മൾ കവർ ചെയ്ത് പഠിക്കും. PSC എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഡെഫിനറ്റ്ലി സിമ്പിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ മീഡിയം ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതിലെന്തായാലും ഡെഫിനറ്റ്ലി നമുക്കൊരു എഡ്ജും ഉണ്ടാവും. റൈറ്റ്. ഇനി നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് NCERT തന്നെയാണ്. NCERT അല്ലാതെ വേറൊരു സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ജിയോഗ്രഫി പഠിക്കാനില്ല. NCERT ഈസ് ഇന്നഫ്. ഇനി NCERT പഠിക്കാതെ അല്ലെങ്കിൽ ഈ NCERT പഠിക്കാനൊക്കെ
എന്താ പറയാ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ PMFIAS എന്ന് പറഞ്ഞ് വേറൊരു ബുക്ക് കൂടി അവൈലബിൾ ആണ്. PMFIAS. ഇതിലെന്താണ് NCERTയുടെ ക്രെക്സ് അല്ല NCERTയും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് UPSCക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അതിന്റെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ബുക്കാണ് PMFIASന്റെ ജോഗ്രഫിയുടെ ബുക്ക്. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമെന്ന് തോന്നുന്നു PMFIAS. പക്ഷെ ഭയങ്കര ബൾക്കാണ്. അത് സിവിൽ സർവീസസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഇത്രയും വലിയ രീതിയിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളത് പഠിക്കുമ്പോൾ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT ഈസ് ഇന്നഫ്. NCERT തന്നെയാണ് ഇതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജിയോഗ്രഫിയുടെ മെയിൻ സോഴ്സ് NCERT തന്നെയാണ്. റൈറ്റ്. സോ ബുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡെഫിനറ്റ്ലി NCERT 11th and 12th. ഇനിയിപ്പോ കുറെ പേർക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. NCERT അവരെന്ത് ചെയ്യുക, PMFIASലേക്ക് കിടക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിലവിൽ യൂസ് ചെയ്യുന്ന ഏതാണ് ബുക്ക് അത് യൂസ് ചെയ്യുക ജോഗ്രഫിക്ക് വേണ്ടിയിട്ട്. എന്നിരുന്നാലും നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് യൂസ് ചെയ്യണം. അത് മസ്റ്റ് ആണ്. യു ഹാവ് ടു ചൂസ് വൺ സ്റ്റാൻഡേർഡ് ബുക്ക്. സ്റ്റാൻഡേർഡ് ബുക്ക് യൂസ് ചെയ്യുമ്പോഴും നമുക്കറിയാം എന്താണ് സിവിൽ സർവീസസിന്റെ അതേ ഡെപ്തിലും അല്ലെങ്കിൽ അതേ അത്ര സിലബസ് കവറേജ് നമ്മുടെ കേരള PSCക്ക് ഇല്ല. അപ്പൊ അത് കണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്ത് പഠിക്കണം. ഓക്കെ, PMFIAS പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ആരെങ്കിലും PMFIAS യൂസ് ചെയ്യുന്നവരുണ്ടോ? ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടോ? സിവിൽ സർവീസസ് ഉദ്യോഗാർത്ഥികൾക്ക് PMFIAS എന്നുള്ള ഒരു ബുക്കിനെ കുറിച്ച് അറിയാൻ പറ്റും. PSC ആസ്പിറൻസിന് അത് കുറവാകാനാണ് സാധ്യത. വെരി ഫേമസ് ബുക്കാണ്. യെസ്, സിനാൻ കേട്ടിട്ടുണ്ട് PMFIAS. അതിൽ വളരെ ഭംഗിയായിട്ട് എന്താണ് കറക്റ്റ് കട്ട് ഔട്ട് ആയിട്ട് എന്താണ് കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബൾക്കാണ് സിലബസ്. അപ്പൊ അത്രയും നമുക്ക് ആവശ്യമില്ല. അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാം. റൈറ്റ്. സോ വൺസ് അഗെയിൻ നമ്മുടെ പഠിത്തത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യം കൺസിസ്റ്റൻസിയാണ്. എല്ലാവരും പഠിക്കും, എല്ലാവരും യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരേ മെറ്റീരിയൽ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ് സക്സസ് ആവുന്നവർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പഠിക്കുന്നവരാണ്. ജോഗ്രഫി പഠിക്കാൻ നേരത്തെ ഒരു കാര്യം കൂടി, ജോഗ്രഫി പഠിക്കാൻ നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, മോഡേൺ ഹിസ്റ്ററിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് കൊടുത്തിട്ട് ഒന്ന് റിവിഷൻ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എന്താ പൊളിറ്റിയും ജോഗ്രഫിയും ഒക്കെ പഠിച്ചു തീരുമ്പോഴേക്കും മോഡേൺ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോകും. യുദ്ധങ്ങളും അതിന്റെ ട്രീറ്റീസും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് ഒരു 30 to 45 മിനിറ്റ്സ് നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എക്സ്പെഷ്യലി ഫോർ ദിസ് മോഡേൺ ഇന്ത്യ. അല്ല, അത് മറന്നു പോയിട്ടുണ്ടാവും. നമുക്ക് ഇതിന്റെ PYQ ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. എന്നിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് PYQ അല്ല, ഈ കുറച്ച് കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക എന്നുള്ളത്. ഒരു 45 മിനിറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോഡേൺ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ മറന്നുപോകും. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. കൺസിസ്റ്റൻസി ആൻഡ് റിവിഷൻ ഇസ് ദ ടു കീ. കൺസിസ്റ്റൻസി പ്ലസ് റിവിഷൻ, ഇത് രണ്ടും ആയിരിക്കണം നിങ്ങൾക്ക് അല്ല നിങ്ങളുടെ സക്സസിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കൺസിസ്റ്റൻസി ആൻഡ് റിവിഷൻ. സോ ഐ തിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. നാളെ മുതൽ എന്താണ് ഈ ജോഗ്രഫിയുടെ ഡെയിലി ടൈം ടേബിൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങും. എവിടുന്നാണ് ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്ത് തുടങ്ങും. അതിന്റെ എന്താണ് അവസാനം ഒരു ലെക്ചറും ഉണ്ടാവും. നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ മോഡേൺ ഇന്ത്യക്കും പൊളിറ്റിക്കും ഒക്കെ നമ്മൾ ചെയ്ത പോലെ ഒരു ഷോർട്ട് നോട്ട് അല്ലെ, ഞാൻ സാധാരണ തരുന്ന ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ടുള്ള ഒരു ലെക്ചറും ഉണ്ടാവും, നോട്ടും ഉണ്ടാവും. അത് വെച്ച് നമുക്ക് സ്പീഡ് റിവിഷൻ എന്നുള്ള രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ രാവിലെ 9 മണിയാകുമ്പോഴേക്ക് ഡെയിലി ടാർഗറ്റ് പോസ്റ്റ് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. ഈവനിങ് 5 PM or 6 PM ഈവനിങ് വി വിൽ ഹാവ് ക്ലാസ്. നമ്മൾ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഏതാണോ ഈ ടോപ്പിക് വെച്ചിട്ട് ജോഗ്രഫിയുടെ ടോപ്പിക് ഉണ്ടാവുമല്ലോ, ആ ടോപ്പിക് വെച്ചിട്ട് എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. NCERTയിൽ
ഇന്ന ചാപ്റ്റർ ആണ് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ PMF IAS ആണെങ്കിൽ ഇന്ന ചാപ്റ്റർ ആണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ പറയും. രാവിലെ ടാർഗറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഐ വിൽ സേ ദാറ്റ്. എന്നിട്ട് എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് നോട്ട് ഫോർ സ്പീഡ് റിവിഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഷോർട്ട് നോട്ടും പ്രൊവൈഡ് ചെയ്യും. സ്പീഡിൽ നമ്മൾ ക്ലാസ് കൊടുക്കും, സ്പീഡ് ക്ലാസ്. അതേപോലെ തന്നെ നമ്മുടെ രാത്രികളിൽ ചില ദിവസങ്ങളിൽ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാവുന്ന സമയത്ത് നമ്മൾ MCQസും ഉണ്ടാവും പോളായിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ ഇതുവരെ MCQ പോൾ ആയിട്ടുണ്ടാവും. സിനാൻ സാർ ഫാക്ച്വൽ കണ്ടന്റ് എങ്ങനെയാ പഠിക്കുക, എക്സാമ്പിൾ മൗണ്ടൻ റേഞ്ചസ് എക്സെട്ര. ഫാക്ച്വൽ കണ്ടന്റ് എന്ത് ചെയ്യാം, ഞാൻ PDF പ്രൊവൈഡ് ചെയ്യാം. ഈ മൗണ്ടൻ റേഞ്ചസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ PDF പ്രൊവൈഡ് ചെയ്യാം. മൗണ്ടൻ റേഞ്ചസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. യെസ്, കറക്റ്റ് ആണ്, സിനാൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഫാക്ച്വൽ ആയിട്ടുള്ള കുറെ, അതായത് കാണാപ്പാഠം പഠിക്കേണ്ട, അതായത് ഇപ്പൊ വാട്ടർഫോൾസ് അല്ല, ഇന്ത്യയിലുള്ള വാട്ടർഫോൾസ് നമുക്ക് പഠിക്കണം, കേരളത്തിലുള്ള വാട്ടർഫോൾസ് പഠിക്കണം, അതിന്റെ ഒക്കെ PDF ഞാൻ പ്രൊവൈഡ് ചെയ്യാം എക്സാം പെർസ്പെക്റ്റീവിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ വിൻഡുകള് അല്ലെ, വിൻഡ്, പിന്നെ കുറെ കോൺസെപ്റ്റൽ ഉണ്ട്. സൈക്ലോൺസും ആന്റി സൈക്ലോൺസ് ഒക്കെ എന്താണ്, കോൺസെപ്റ്റ് ആണ്. ആന്റി സൈക്ലോൺസ് ഒക്കെ അല്ലെ, പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഇന്നർ സൈഡ് എന്ത് സംഭവിക്കും, അത് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാനോ വേണ്ടത്. സോ ദർ ആർ ഫാക്ച്വലും ഉണ്ട്, കോൺസെപ്റ്റും ഉണ്ട്. ഫാക്ച്വലിൽ നമ്മൾ ക്ലാസ് എടുക്കും, കോൺസെപ്റ്റിന് നമ്മൾ ക്ലാസ് എടുക്കും, കോൺസെപ്റ്റൽ ക്ലിയറിന് വേണ്ടിയിട്ട്. ഫാക്ച്വലിനും ക്ലാസ് ഉണ്ടാവും, പക്ഷെ ഫാക്ച്വലിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് PDF പ്രൊവൈഡ് ചെയ്യും. സോ ഈ രീതിയിലായിരിക്കും നമ്മളൊരു പ്ലാൻ ഉണ്ടാവുക. ആൻഡ് നിങ്ങളുടെ എഫേർട്ടിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം, എന്റെ എഫേർട്ടിനല്ല. യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട്. സമയം കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ട സമയമായി. ഇതുവരെ നിങ്ങൾ 5 മണിക്കൂറാണ് പഠിച്ചിരുന്നതെങ്കിൽ ഒരു 6-7 മണിക്കൂർ പഠിക്കേണ്ട സമയമായി. ടൈം ആയി വരുന്നു. നല്ല വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ ആദ്യം പഠിച്ചു പോകുന്നത്. സോ ഐ തിങ്ക് ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് സിലബസ് ഒക്കെ ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ബാക്ക്ലോഗുകൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാല് ചുമ്മാ ഇരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്ക്ലോഗ്സ് ചെയ്യണം, ബാക്ക്ലോഗ്സ് പഠിച്ചു തീർക്കണം, അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കണം. അതാണ് ഫ്രീ ദിവസം കിട്ടുമ്പോഴുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യം. റൈറ്റ്, ചെയ്യുന്നവരുണ്ട്, പക്ഷെ ചെയ്യാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കുക. അല്ലെ, ഒരു ഫ്രീ ഡേ ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. തിങ്സ് ഐ ഹാവ് ടു ഡു ഈസ് ദാറ്റ്, ഒന്ന്, മോഡേൺ ഇന്ത്യയുടെ PYQ ചെയ്യണം. മോഡേൺ ഇന്ത്യയുടെ PYQ ഡിഗ്രി പ്രിലിംസ് 2021 മുതൽ 2024 വരെയുള്ള. രണ്ടാമത്, പിന്നെ അത് ഞാൻ ആലോചിച്ചു, അതിപ്പം വേണമെന്നുള്ളത്, അതായത് ആൻസർ റൈറ്റിംഗ്. ആൻസർ റൈറ്റ് ചെയ്യാൻ, അതായത് ഇപ്പൊ നമ്മൾ ഓൾറെഡി മോഡേൺ ഹിസ്റ്ററിയും പൊളിറ്റിയും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതുമായി റിലേറ്റഡ് ആയിട്ട് എന്താണ്, ഒരു ചെറിയ ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട്, അല്ലെ 3 ക്വസ്റ്റ്യൻ ഇത് 3 ക്വസ്റ്റ്യൻ ഇത്, ഒരു 6 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് ഒരു ടൈം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു മെയിൻസിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും പ്രിലിംസിന്റെ ഒരു ബിസി ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചത്, ഒന്ന് സൈഡാക്കി വെച്ചത്. പ്രിലിംസിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത്. അത് ഈ വീക്ക് തന്നെ ചെയ്ത് തീർക്കണം, മോഡേൺ PYQ. ആൻഡ് ആൻസർ റൈറ്റിംഗ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് ചെയ്യാം. ഇതിന് ശേഷം ഒരു ടെസ്റ്റ്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള, നമുക്കത് ജോഗ്രഫിക്ക് ശേഷം ചെയ്യാം. ജോഗ്രഫിക്ക് ശേഷം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് 25 മാർക്കിന് ക്വസ്റ്റ്യനിൽ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. അതായത് മോഡേൺ ഹിസ്റ്ററി, പോളിറ്റി ആൻഡ് ജോഗ്രഫി. ആഫ്റ്റർ ജോഗ്രഫിക്ക് ശേഷം 25 മാർക്കിന്റെ ഒരു പ്രിലിംസിന്റെ ഒരു ടെസ്റ്റ്. KSന്റെ മാതൃകയിൽ തന്നെ ആ രീതിയിൽ നമുക്കൊരു ടെസ്റ്റും ചെയ്യാം. ഇതിൽ രണ്ടാമത്തെ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി വെക്കുക. ബിക്കോസ് ഇപ്പൊ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യണം, അതിനാണ് നമ്മുടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെ. പ്രിലിംസിന്റെ 1000ലേക്ക് നമുക്ക് എത്തിപ്പെടണം. We have to be in this 1000. We have to qualify to write mains. അപ്പൊ അതിനായിരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. റൈറ്റ്, NCERT 11th and 12th നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കുക. വാങ്ങിച്ചവരാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. അല്ലെങ്കിൽ നിങ്ങൾ PDF യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാലോ, ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ PDF അവൈലബിൾ ആവും. ബട്ട് ഓൾവേസ് ഐ റെക്കമെൻഡ് ടു ബൈ
ഓഫ്ലൈൻ. പൈസ ഉള്ളവർ വാങ്ങിക്കുക, ഇല്ലാത്തവർ PDF യൂസ് ചെയ്യാം. NCERT only for geography, sir. Yeah, NCERT is enough. Geographic NCERT is enough. Yeah, മുസിന ജോഗ്രഫിക്ക് നമുക്ക് NCERT ഇമ്പോർട്ടന്റ് ആണ്. NCERT തന്നെ ഇന്നഫ് ആണ്, മതി, NCERT മതി. ഈവൻ സിവിൽ സർവീസസ് ഉദ്യോഗാർത്ഥികൾ പോലും NCERTക്കാണ് മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ചില ഉദ്യോഗാർത്ഥികൾക്ക് ഈ NCERT പഠിക്കുന്നതിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആണ് ഞാൻ പറഞ്ഞത്, PMFIAS യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ബുക്ക് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഇന്നതൊന്നുമില്ല, ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്തേ ഉള്ളൂ, അല്ലാതെ ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് മോസ്റ്റ് ഫേവറബിൾ ഈ NCERT 11th and 12th തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. യെസ് അതാണ് ഞാൻ പറഞ്ഞത് മുസിന. PMFIASന്റെ അതായത് NCERTയുടെയും സ്റ്റാൻഡേർഡ് ബുക്കിന്റെ ഒക്കെ ഒരു ക്രക്സി രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണ് PMFIAS. സിമിലർ ആണ്, പക്ഷെ ഈ പറഞ്ഞ PMFIASന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും വായിക്കാനൊക്കെ കുറച്ചുകൂടിയും ഒന്നും കൂടി ഒന്ന് ഫ്രണ്ട്ലി ആണ്. ചിത്രമൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് കളർഫുൾ ആയിട്ട് അങ്ങനെയൊക്കെ. പക്ഷെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബൾക്കാണ്, വലിയ ബുക്കാണ്. അപ്പൊ അത്രയും നമുക്ക് ആവശ്യമില്ല, നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എടുത്ത് പഠിച്ചാൽ മതിയല്ലോ, അത് കുഴപ്പമില്ല. സോ ഇതാണ് നമ്മുടെ ജോഗ്രഫിയുടെ ഫസ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് ഓറിയന്റേഷൻ സെക്ഷൻ. സോ യു ഹാവ് ടു കീപ് NCERT 11th and 12th വിത്ത് യു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന വർക്ക് എന്ന് പറയുന്നത് NCERT എന്ത് ചെയ്യുക, 11th and 12th ഡൗൺലോഡ് ചെയ്യുക. 11th and 12th ഓക്കെ ഫിസിക്കലി ഇതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. NCERT ബുക്കുമായിട്ടൊന്ന് ഫെമിലിയർ ആവുക. NCERT ബുക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഗൂഗിളിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, സിമ്പിൾ ആണ്, യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ്. ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സുമായിട്ട് നമ്മുടെ സിലബസുമായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയി ഇരിക്കുക. അതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങളുടെ ബാക്ക്ലോഗുകൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. റിവിഷൻ ചെയ്യാനുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യുക. ബിക്കോസ് നാളെ മുതൽ പുതിയ സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫ്രീ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ബാക്ക്ലോഗുകൾ കംപ്ലീറ്റ് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അതാണ് നിങ്ങളുടെ പർപ്പസ്. അല്ലെങ്കിൽ ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് ഇംഗ്ലീഷിനും മാത്സ് ഒക്കെ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുക. ഫ്രീ ടൈം എന്ന് പറഞ്ഞ ഒരു ടൈം നിങ്ങൾക്കില്ല. ഓക്കെ, അതായത് ക്ലാസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവല്ലോ ചില ദിവസങ്ങളിൽ. അപ്പൊ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് യു ഹാവ് ടു ഡു സംതിങ്. ഇംഗ്ലീഷും മലയാളം പഠിക്കുക, അല്ലെങ്കിൽ റിവിഷനും ബാക്ക്ലോഗുകളും ചെയ്യുക. ഫ്രീ ടൈം എന്നുള്ള ഒരു ടൈം നിങ്ങൾക്കില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 2 minutes യു ക്യാൻ ആസ്ക്. അതിനുശേഷം നമുക്ക് ഈ സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നാളെ മുതൽ നമുക്കിത് ഫോളോ ചെയ്ത് തുടങ്ങാം. ഓക്കെ, കറണ്ട് അഫയേഴ്സിന്റെ കാര്യം മറന്നു പോകാൻ പാടില്ല. ഓക്കെ, എല്ലാ ആഴ്ചയും ഞാൻ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തിങ്കൾ ചൊവ്വ എന്നുള്ള രീതിയിൽ കറണ്ട് അഫയേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും റീഡ് ചെയ്യുക, അതും വിട്ടുപോകാൻ പാടില്ല. ഒരുപാട് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ PDF കേട്ടോ. ഒരുപാട് ടൈം, ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ നിങ്ങളത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. KSന് കറണ്ട് അഫയേഴ്സിന് ദാറ്റ് ഈസ് ഇനഫ്. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്, ആ മാഗസീൻ. സോ നമുക്ക് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാലോ അല്ലെ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, സംശയങ്ങളൊന്നുമില്ല. അതിപ്പോ നമുക്ക് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ പഠിത്തത്തിലേക്ക് പോവാം. ഓക്കെ, സോ പഠിത്തത്തിലെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മെത്തഡൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു വരിക. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇത്ര മതി, ബാക്കി നമുക്ക് നാളെ. ഓക്കെ, ഇനി മുതൽ ഇതേ സമയത്തായിരിക്കും കേട്ടോ, ഒരു 5:30 6 മണി ആ ഒരു സമയത്തായിരിക്കും നമുക്ക് ക്ലാസ്സസ് ഉണ്ടാകുക. രാവിലെ 8 മണി 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ ടൈം ടേബിൾ പോസ്റ്റ് ചെയ്യും. ഈ സമയത്താകുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ,
സോ ഞാൻ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. അടുത്ത ക്ലാസ്സിൽ കാണാം.